നമസ്കാരം ബ്രോസ്. ഷാജിയേട്ടൻ ജോയിൻ ചെയ്തില്ല. ഷാജിയേട്ടൻ ഒരു 2 മിനിറ്റുള്ളിൽ ജോയിൻ ചെയ്യും. അതുവരെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് കത്തിയൊക്കെ വെച്ച് നിൽക്കാം. വെൽക്കം ടു ദിസ് കൈൻഡ് ഓഫ് ഡിസ്കഷൻ ഇസ് പോർട്ടർ ദ മാൻ ഫോർ ബിഗ് ക്ലബ്സ് എന്നുള്ളൊരു ചോദ്യത്തിനുള്ളൊരു ചർച്ചയുമായിട്ട് ഇന്ന് ഷാജിയേട്ടൻ ഓൾറെഡി തന്നെ ജോയിൻ ചെയ്യുകയാണ്. ബട്ട് ഇൻ ദ മീൻ ടൈം നിങ്ങൾക്ക് വല്ലതും സംസാരിക്കാൻ ചാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു പുട്ട് ഇൻ ദ കമന്റ് ബോക്സ്. വേണമെങ്കിൽ കുറച്ച് കത്തിയൊക്കെ അടിച്ച് ഞങ്ങൾ നിൽക്കാം, ഇരിക്കാം അല്ലേ? ഹായ് റംഷി, ഹായ്. ഷാജാൻ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ. സോ ഹോപ്പ്ഫുള്ളി ഹി ജോയിൻസ് വെരി സൂൺ. ഞാൻ ഇപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞു ലാപ്ടോപ്പ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെതായ ഒരു സമയമുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. പോയി എൻ്റെ സ്ട്രീം യാർഡ് അതാവും. ഓക്കെ, ഹായ് ബ്രദർ, ഹായ് ഗൈസ്, ഹായ് അർജുൻ, സഞ്ജയ്, അക്ഷയ്, ഹായ് ആരിഫ്, ഹായ് മുഹമ്മദ് റയൻ, താങ്ക്സ് സുജു. കൂര് പൊട്ടിയിരിക്കുകയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനെ പോർട്ടറിനെ ഡിഫെൻഡ് ചെയ്തിട്ടല്ല, ചുമ്മാ ഓരോ കോച്ചിനെ ഔട്ട് വിളിക്കാന്ന് പറഞ്ഞിട്ടുന്നത് എന്ത് തീരും? ഷാജി പാപ്പൻ, ഷാജിയേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എ ഹാർഡ് കോർ ചെൽസി ഫാൻ എന്ന് പറഞ്ഞ രണ്ടാമത്തെ മോളുടെ പേര് ചെൽസി എന്നുള്ളതാണ്. അത്രത്തോളം ചെൽസി ഫാനാണ് പുള്ളിക്കാരൻ. ഒരു കോച്ചും കൂടെയാണ്, ഒരു ബിസിനസ് മാൻ. ഈസ് ഓൾസോ കോച്ച് ഹിംസെൽഫ്. സോ കുറെ ഹി സ്റ്റാർട്ടഡ് ഫോളോയിങ് ചെൽസി വേ ബാക്ക് എന്ന് പറഞ്ഞാൽ വേ ബാക്ക്. നമ്മളെക്കാളൊക്കെ മുമ്പ് ചെൽസി റിലേറ്റഡ് ഗെയിംസ് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഫോർ സം റീസൺ ഹി ബിക്കേം എ ചെൽസി ഫാൻ. അതെല്ലാവർക്കും ഒരു റീസൺ ഉണ്ടാവുമല്ലോ അല്ലെ? ഈ സ്പോട്ടർ ദ ബ്രണ്ടൻ റോജേഴ്സ് ഓഫ് ലിവർപൂൾ? നോ, നോട്ട് ഫോർ മീ. ഐ ആം വെരി ക്ലിയർ, ഡെഫിനറ്റ്ലി നോട്ട്. ഗെയിം മാനേജ്മെന്റ് അറിയില്ല. അയാൾ വരുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ ഇമ്പാക്ട് ടീമിൽ ഉണ്ടാക്കുന്നില്ല. അത് ഞാൻ അറിയുന്നു, സബ്സ്റ്റിറ്റ്യൂഷൻ ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കുന്നില്ല. പക്ഷെ ഗെയിം മാനേജ്മെന്റ് അറിയില്ല എന്ന് പറയുന്നതിന് ഞാൻ 100% അംഗീകരിക്കില്ല. കാരണം ഈ ആഫ്റ്റർ ഓൾ ഈസ് എ കോച്ച് ഓഫ് ബ്രൈറ്റൺ. ഇറ്റ് വാസ് നമ്മൾ എന്തുകൊണ്ടോ സെലക്ട് ചെയ്യുന്നല്ലോ. സോ വെൽക്കം ടു ദിസ് ഡിസ്കഷൻ. രാജേട്ടാ നമസ്കാരം. നമസ്കാരം ശ്രീകാന്ത്. സോറി, ഒരു 5 മിനിറ്റ് ലേറ്റ് ആയി. ലാപ്ടോപ്പ് ചാർജ് പെട്ടെന്ന് ഡൗൺ ആയി പോയി. നോ വറീസ് രാജേട്ടാ. പിന്നെ എന്റെ സുഖമല്ലേ? സുഖായിരിക്കുന്നു. ഇല്ല, വേറെ ആരുമില്ല, നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇന്നലത്തെ കളി ഒന്ന് വിലയിരുത്തിയിട്ട് പിന്നെ നമുക്ക് ഈ പറയുന്ന പോലെ എവിടെ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം, വേറെ സ്പോട്ടർ ലാക്കിങ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പൊ ഇന്നലത്തെ കളി എടുത്ത് അപ്പൊ നമ്മൾ ഓഫ്കോഴ്സ് ഇമോഷണൽ ആയി പറയുമ്പോൾ നമ്മൾ കുറെ കാര്യങ്ങൾ പറയാം. പക്ഷെ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ലൈനപ്പ്. ആ ഒരു ലൈനപ്പിനെ എങ്ങനെ വിലയിരുത്തി? വാട്ട് ഡിഡ് യു തോട്ട് അബൌട്ട് ദ ലൈനപ്പ് വെൻ ഇറ്റ് ഗോട്ട് ലോഞ്ച്ഡ്? ഇപ്പോൾ എന്നല്ല, വെൻ വി വർ ഡിസ്കസിങ് അബൌട്ട് ദ ലൈനപ്പ്. ഫസ്റ്റ് ആൻഡ് ഓൾമോസ്റ്റ് സി ഫ്രണ്ട് 3 or the front 4 എനിക്ക് തോന്നിയത് ഇറ്റ് വാസ് ദ റൈറ്റ് ലൈനപ്പ്. ബിക്കോസ് സെക്കൻഡ് ഹാഫില് നോണി മഡു ഒക്കെ കുറച്ച് ഡൗൺ ആയിരുന്നു. ഹി ലുക്സ് വെരി ഡ്രെയിൻഡ് ആയിരുന്നു. ബട്ട് ഹി വാസ് സൂട്ടബിൾ. കാരണം എന്ന് പറഞ്ഞാല് കോമ്പിനേഷൻ ഓഫ് മഡുവക്കെ ആൻഡ് റീസെ ജെയിംസ്, അതേ കോമ്പിനേഷൻ അല്ല ഇപ്പുറത്ത് കുക്കറയിലെയും മുഡ്രിക്കും ഉണ്ടായിരുന്നത്. സോ കാരണം റീസെ നമുക്ക് കളിയിലേക്ക് വരാം. ഞാൻ ജസ്റ്റ് ആ ലൈനപ്പ്, ആ ഷീറ്റ് കണ്ടപ്പോൾ എന്തായിരുന്നു ഇനിഷ്യൽ റിയാക്ഷൻ? ഇനിഷ്യൽ റിയാക്ഷൻ വാസ് ഇറ്റ്സ് എ ലൈനപ്പ് ദാറ്റ് ഷുഡ് വിൻ ദ മാച്ച്. ഡെഫിനറ്റ് ആയിട്ട് ജയിക്കാൻ, അതായത് ഒരു അറ്റ്ലീസ്റ്റ് 2 ഗോളെങ്കിലും അടിച്ച് ഒരു കളിയൊക്കെ ജയിക്കാൻ പറ്റുന്ന ഒരു ടീമായിട്ട് തന്നെയാണ് എനിക്ക് ആ ലൈനപ്പ് കണ്ടപ്പോൾ തോന്നിയത്. ബിക്കോസ് ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഡിഫെൻസീവ്ലി ഐ വാസ് ക്വൈറ്റ് ഹാപ്പി. കാരണം പ്രത്യേകിച്ച് സിൽവ, ബഡിയാഷലെ, ഇന്നിപ്പോ നമ്മുടെ പല ഗ്രൂപ്പിലും പറയുന്നുണ്ടായിരുന്നു ബൊറൂസിയ ഡോട്ട്മൻഡ് കൂടെ കളിക്കുമ്പോൾ ഫൊഫാന ഫിറ്റ് ആണെങ്കിൽ ഫൊഫാനെ കളിപ്പിക്കണം, അല്ലെങ്കിൽ കൊലിബാലി ചാമ്പ്യൻസ് ലീഗ് എക്സ്പീരിയൻസ് ഉണ്ട്, ബഡിയാഷലേക്ക് ആ എക്സ്പീരിയൻസ് ഇല്ല, അങ്ങനെയാണെങ്കിൽ അവരെ കളിപ്പിക്കണം. ഈ പണ്ട് കാലങ്ങളില് ഈ മൊറീനിയോ ആയാലും ആൻസലേറ്റ് ആയാലും they never change the center backs, 2 center backs once they have synced.
ശ്രീകാന്ത് ഓർക്കുന്നുണ്ടാകും, നമ്മളെ ജോൺ ടെറി, റിക്കാർഡോ കാർവാലിയോ, ജോൺ ടെറി, വില്യം ഗാലസ് ഒക്കെ ഒരു കോമ്പിനേഷനാണ്. അതൊരിക്കലും മാറ്റൂല. അതൊന്ന് ക്ലിക്കായി എന്ന് വിചാരിച്ചോ, അത് പൊട്ടുന്നവരെ ആ രണ്ട് പൊസിഷൻ ആരും മാറ്റാൻ ശ്രമിക്കില്ല, പ്രത്യേകിച്ച് വലിയ മാച്ചിൽ. അപ്പം എനിക്ക് തോന്നുന്നു ആ ഒരു കോമ്പിനേഷൻ സിൽവ ബെഡേഷിലെ ഭയങ്കര ഒരു കോമ്പിനേഷൻ ആയിരുന്നു. സോ ഉറപ്പായിരുന്നു ആ ലൈനപ്പ് കണ്ടപ്പോൾ, ബിക്കോസ് ദ ഡിഫൻസ് ഈസ് വെരി സ്ട്രോങ്, ദാറ്റ് അറ്റ്ലീസ്റ്റ് ഒരു 2 ഗോളെങ്കിലും അടിച്ച് ജയിക്കാൻ പറ്റും. ഒരു ഗോൾ അവർ തിരിച്ചെടുക്കാൻ എനിക്ക് അറിയാമായിരുന്നു, പക്ഷെ എന്നാലും 2 ഗോളൊക്കെ അടിച്ച് ജയിക്കാൻ പറ്റുന്ന കളിയായിരുന്നു അത്. And were you happy to see Mason Mount benched? Surprised to see Kai Havertz start? It was actually the opposite. I was surprised that Kai Havertz started. And പലരും വേറെയാ പറയുന്നത്, but നിങ്ങൾ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ്. I was very happy that Mount did not start and Havertz, but I was surprised that Havertz also, I thought he would have got benched because David Fofana കുറച്ചൊരു ഇന്റൻസിറ്റി ഉള്ള ഒരു പ്ലെയർ ആണ്, സ്പീഡ് ഉണ്ട്, ഹിസ് എബിലിറ്റി ടു ഫിസിക്കലി ഔട്ട് ബസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണെന്നുകൊണ്ട് ചാൻസ് ഉണ്ടാവുന്ന ഞാൻ വിചാരിച്ചത്. ബട്ട് ഐ ഡോണ്ട് നോ, അങ്ങനെ ഒരു ചാൻസ് കൊടുത്തില്ല. ബട്ട് ഓവറോൾ ആ ലൈനപ്പിൽ ഞാൻ ഹാപ്പി ആയിരുന്നു, ആൻഡ് ഇറ്റ്സ് എ ലൈനപ്പ് ദാറ്റ് ഷുഡ് ഹാവ് വോൺ ദാറ്റ് മാച്ച്. So speaking about the match, ആദ്യം നമ്മൾ കളിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോൾ we were just rocking. നമ്മൾ ആ പെർഫോമൻസ് വെച്ചാൽ അബ്സല്യൂട്ട്ലി ഒരു 20-30 മിനിറ്റ് ഒക്കെ കാണുമ്പോൾ ഇത് ചെൽസി തന്നെയാണോ കളിക്കുന്നത് എന്നുള്ളത്. മുഡ്രിക്കിന്റെ ഒരു ലേ ഓഫ് ടു കൈ ഹാവേർട്സ് ഓഫ് സൈഡ് കോള്, ഫെലിക്സിന്റെ ഒരു ഓഫ് സൈഡ് ഗോള്, പിന്നെ ബ്യൂട്ടിഫുൾ പാസ് ഫ്രം എൻസോ ഫെർണാണ്ടസ്. സോ ഹൗ ഡിഡ് യു സീ ദാറ്റ് ഫസ്റ്റ് ഹാഫ് പെർഫോമൻസ് ആസ്? I mean, a lot of creativity, a lot of touches, a lot of forward passes. It's not an upgradation of Jorginho. It's actually an evaluation of modern football ennu parayana. Because Enzo ne ball kittumbo, Enzo is always thinking about his forward players. He's not thinking about his protecting the ball. Jorginho കളിക്കുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ his prime role, it looks like ചില കുട്ടികൾ ഉണ്ടാവില്ല, നമ്മളൊരു കളിപ്പാട്ടം കൈ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ആർക്കും കൊടുക്കാതെ ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കുന്ന പോലെ. Jorginho's intention is always to protect the ball. Enzo is not thinking about protecting the ball. He is always thinking about a forward pass. എങ്ങനെ മുന്നോട്ട് പോവാം, എങ്ങനെ അറ്റാക്ക് ചെയ്യാം എന്നുള്ളതാണ്. ആ ഒരു ത്രസ്റ്റ് ഫസ്റ്റ് ഹാഫിലുണ്ടായി. ദാറ്റ് ബോൾ ഇറ്റ്സെൽഫ് വാസ് എ ബ്രില്യന്റ് വൺ. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം വേറെ എന്താന്ന് പറഞ്ഞാൽ ശ്രമിക്കാം, ഇഫ് യു ആക്ച്വലി നോട്ടീസ് ഹൈലൈറ്റ്സ് ഒന്നും കൂടി നോക്കിയാൽ മനസ്സിലാവും, when Enzo got that ball, when he was about to lob or lift the ball right inside the box, actually ഈ ജോ ഫെലിക്സിന്റെ സൈഡ് വേസില് കായ് ഹവേർട്സ് ഉണ്ടായിരുന്നു. He could also make a run, but he didn't make a run. Run പോയത് ഫെലിക്സിന്റെ. ആ ഫെലിക്സിന്റെ റണ്ണിന് ആ ബോൾ കൊടുത്തത്. അതാണ് ഒരു ക്രിയേറ്റീവ് പ്ലെയർക്ക് വേണ്ടത്. എൻസോ ആ ബോൾ കൊടുക്കണ്ടെങ്കിൽ ആരെങ്കിലും ഓടണം. ഓടുകയാണെങ്കിൽ ആ ബോൾ കൊടുക്കും. I was shocked that why Havertz did not run for it. He was not running for it. പുള്ളി ആ ബോളിന് ഓടിയില്ല ഇതിന്റെ ഇതിൽ. He was trifle late in running to that. So Enzo to me looks like a player who always thinks about forward pass. പിന്നെ എന്താ ഒരു എഞ്ചിനാണ്, ഒരു പ്യൂർ ടെക്നിക്കൽ എഞ്ചിൻ. എന്താ പറയുന്നത്, ഒരു എംഗോള കോണ്ടെ ഒരു എഞ്ചിൻ എന്ന് പറയുന്ന പോലെ എൻസോ ഈസ് എൻ എഞ്ചിൻ വിത്ത് എ ലോട്ട് ഓഫ് ക്രാഫ്റ്റിനെസ്. ഭയങ്കര ക്രാഫ്റ്റിനെസ് ഉള്ള ഒരു പ്ലെയർ ആണ്. And he is not a player who is thinking about protecting the ball. He is always thinking about finding his teammate. Because when Jorginho plays, I always felt that his first job is to protect the ball. ബോളിനൊന്ന് പ്രൊട്ടക്ട് ചെയ്യണം, ഏതൊരു ടീമിന് കൊടുക്കാതെ. ബോൾ പാസ് ചെയ്യാം, നമ്മുടെ ടീമിൽ ഒരാൾക്ക് പാസ് ചെയ്യാതെ എന്തിനു പാസ് ചെയ്യണമെന്നുള്ള ചിന്തയില്ല, ജസ്റ്റ് അങ്ങോട്ട് പാസ് ചെയ്താൽ. അല്ല, അതാണ് അത് പ്രൊട്ടക്ട് ചെയ്യുന്ന. അതാണ് ആ ബോള് ഇപ്പൊ ജോർജിനോയ്ക്ക് കിട്ടുമ്പോൾ ജോർജിനോ മിക്കവാറും സിൽവയ്ക്ക് കൊടുക്കും, അല്ലെങ്കിൽ കെപ്പയ്ക്ക് കൊടുക്കും. സോ യു ആർ ആക്ച്വലി പ്രൊട്ടക്ട് ഷീൽഡിംഗ് ദ ബോൾ ഫ്രം ദ ഓപ്പണന്റ്. ബട്ട് എൻസോ അത് ചെയ്യുന്നില്ല. എൻസോ വെരി എന്താ പറയുക, ടൈറ്റ് സ്പേസിൽ എൻസോന് ബോൾ കൊടുത്താലും എൻസോ ബോഡി ഇട്ടിട്ട് ബാക്കിലേക്ക് പോകുന്നില്ല, ഫോർവേഡിലേക്ക് ടേൺ ചെയ്ത് ഫ്രണ്ട് കൊടുക്കാനാണ് നോക്കുന്നത്. അതൊരു പോസിറ്റീവ് സൈൻ ആണത്. And Ruben Loftus-Cheek was a surprise double pivot, but his first half, നമ്മളിപ്പോ ഫസ്റ്റ് ഹാഫിനെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്, ഒരു ബേസ്റ്റ് ഉണ്ടായിരുന്നു പെനൽറ്റി ബോക്സിലേക്ക്, ഒരു ക്ലാസിക് റൂബൻ ലോഫ്റ്റസ്-ചീക്ക് മിസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം കൈ ഹാവേർട്സിനെ റിലീസ് ചെയ്യുന്നതിന് പകരം റിലീസ് ചെയ്തില്ല. പക്ഷേ റൂബൻ ലോഫ്റ്റസ്-ചീക്ക് ലുക്ഡ് വെരി ഷാർപ്പ് ആൻഡ് സോളിഡ് ഇൻ ദാറ്റ് മിഡ്ഫീൽഡ് ഡബിൾ പിവറ്റ്. Or did you feel otherwise? Yeah, he looked very sharp, but I thought in the second half probably ഒരു 10 minutes കഴിഞ്ഞപ്പം probably because of അല്ല, ഞാൻ സെക്കൻഡ് ഹാഫിലേക്ക് വരാം. I'm just speaking on first half. First half he was very good. He was absolutely no doubt about it. നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു. But I wanted to see actually എനിക്ക് എൻസോ, നമ്മളിത് കണ്ടിട്ടില്ല, എൻസോ കൊവാസിച്ച്, എൻസോ കാണ്ടെ, എൻസോ സക്കറിയ, ഇതും കൂടി കണ്ടിട്ട് വേണം നമുക്കൊരു ഒരു പ്രോപ്പർ അസസ്മെന്റിലേക്ക് വരാനായിട്ട്. But with Ruben, Enzo looked very comfortable.
And left side Kukureya, Mudrik and Noni Maduke. കുക്കുറയുടെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു വെച്ചിട്ടുണ്ടോ? നീ മുഡ്രിക്കിനോട് പാസേ കൊടുക്കാൻ പാടില്ല, പാസ് എങ്ങാനും നീ കൊടുത്താ നിന്നെ പുറത്ത് ഇറങ്ങി വന്ന് തല്ലുന്നുള്ളത്. ഇത് ഫസ്റ്റ് ഹാഫിലെ കാര്യം ഞാൻ പറയണേ, സെക്കൻഡ് ഹാഫ് അല്ല. ഫസ്റ്റ് ഹാഫിൽ ഹി ഈസ് വെരി ക്ലിയർ, ഐ വിൽ നോട്ട് പാസ് ടു മുഡ്രിക്, അബ്സല്യൂട്ട്ലി ക്ലിയർ. അല്ല ഞാന് കുറച്ചു മുമ്പ് രാവിലെ ബാലുവോട് സംസാരിക്കുമ്പോൾ ബാലു പറയുന്നുണ്ടായിരുന്നു, പ്രോബബ്ലി നമ്മളെ ഗ്രഹാം പോട്ടർ ഹാസ് ടോൾഡ് കുക്കറെല്ല ടു പ്ലേ ആസ് an inverted wing back. ഞാൻ ബാലുവോട് ചോദിച്ചു, ബാലു, when you have Eden Hazard on the left, ഇപ്പം ശ്രീകാന്തും ഹസാർഡിന്റെ കളി ഒരുപാട് കണ്ടതാ, when you have Eden Hazard on the left, why do you want to have an inverted winger? You don't need. എന്തിനാണെന്നറിയോ ഇൻവേർട്ടർ വിംഗർ എന്തിനാ വരുന്നത്? if your attacking player on that side is only good in crossing the ball or holding on to the wide area. ഹസാർഡ് എന്താ ചെയ്യുന്നത്? ഹസാർഡ് ആ ബോൾ കിട്ടിക്കഴിഞ്ഞാൽ അവൻ അകത്ത് കട്ട് ചെയ്യും, അല്ലെങ്കിൽ വൈഡ് പോവും, അല്ലെങ്കിൽ തിരിച്ചു വരും, അങ്ങനെ. അപ്പൊ മുഡ്രിക് അങ്ങനത്തെ ഒരു പ്ലെയർ ആണ്. ലോ സെന്റർ ഓഫ് ഗ്രാവിറ്റിയും ക്ലോസ് കോൺടാക്ട് ഉള്ള ഒരു പ്ലെയർക്ക് ഐ ഡോണ്ട് നോ വൈ പോട്ടർ വാണ്ട്സ് an inverted wing back. വിംഗ് ബാക്കിന്റെ ഇൻവേർട്ടഡ് ആവശ്യമില്ല. ബേസിക് തിങ് എന്താണ്? കുക്കറെല്ല ഹാസ് ടു കം there, give the ball. ഇൻവേർട്ടഡ് വിംഗ് ബാക്ക് ഒക്കെ ആയിക്കോട്ടെ, പക്ഷെ ഇൻവേർട്ടഡ് വിംഗ് ബാക്ക് പാസ് ചെയ്യാൻ പാടില്ലെന്നല്ല നിയമമുണ്ടോ? It felt as if എനിക്ക് തോന്നുന്നത് ആ ഇൻവേർട്ടഡ് വിങ്ങില് ഇഫ് യു ആക്ച്വലി നോട്ടീസ്, പുള്ളിക്ക് ബോൾ കിട്ടുമ്പോഴെല്ലാം കുക്കറേലക്ക് ബോൾ കിട്ടുമ്പോൾ കുക്കറേല is coming in and giving the ball to whom? He is giving actually to the middle or he is changing the flanks. പക്ഷെ അപ്പുറത്തെ സൈഡ് മുഡ്രിക് ഉണ്ട്. he has to realize if he gives it to Mudrik is not going to run down the line. ആ ചാനലിൽ ഓടില്ല. മുഡ്രിക് അകത്ത് കയറാൻ നോക്കും, ഡ്രിബിൾ ചെയ്യാൻ നോക്കും, 1-on-1 നോക്കും. അപ്പൊ പുള്ളിക്ക് ചെയ്യേണ്ടത് എന്താണ്? ജസ്റ്റ് സ്റ്റേ ബിഹൈൻഡ് മുഡ്രിക്കിന്റെ പിറകെ നിന്ന് ആ റിക്കവറി ബോൾ കിട്ടുകയാണെങ്കിൽ ഒരു അറ്റാക്ക് ചെയ്യാന്നുള്ളതാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി മുഡ്രിക് ഇസ് നോട്ട് ഡൂയിങ് ദാറ്റ്. അല്ല, എനിക്ക് ഇത് പറയണമെന്നുണ്ടായിരുന്നു, കുക്കറ ഇസ് എ ന്യൂ ജോർഗീനിയോ എന്നുള്ളത്. സത്യമാണ്, എന്റെ മനസ്സിൽ വന്നൊരു പോയിന്റ് ആയിരുന്നു അത്. അസ്റ്റു വളരെ വളരെ ക്ലിയർ ആയിട്ട് പറയുകയുണ്ടായിരുന്നു. Mudrik had that brilliant through ball to Kai Havertz. Kai Havertz is leading in number of offsides. What is wrong with this guy in terms of offside? Why is he not because he's a traditional number 9 എല്ലാത്തേനാണോ? He's not a natural number 9. കാരണം എന്താണെന്നറിയോ, anybody who have seen top class players, one best example ഞാൻ ഇതിൽ പറയേണ്ടതെന്ന് പറഞ്ഞാല്, the finest player to beat an offside in world football എന്ന് പറയുകയാണെങ്കിൽ രണ്ടുപേരെ പറയണം. ഒന്ന് തിയറി ഹെൻറി, ഒന്ന് സ്ലാത്തൻ ഇബ്രാഹിമോവിച്ച്. പലരും ഈ ട്വിറ്ററും ഇൻസ്റ്റാഗ്രാം ഒക്കെ എല്ലാവരും നോക്കുന്നുണ്ടെങ്കിൽ അതിൽ ഹെൻറി പറയുന്ന ഒരു കാര്യമുണ്ട്. ഹൗ ഡു ഐ ബീറ്റ് an offside trap? When the ball is about to come, I always go behind the defender, which is on an offside position. When the ball is about to release, I run towards the defender. So which becomes parallel. So it's a skill ആണ്, അതൊരു സ്കില്ലാണ്. എനിക്ക് തോന്നുന്നത് ഹാവേർട്സ് ഒരു നാച്ചുറൽ സെന്റർ ഫോർവേഡ് അല്ലാത്തതുകൊണ്ട് is not adept in that. അവൻ എപ്പോഴും കളിച്ചിരിക്കുന്നത് ഒരു behind the striker role ആണ്, where you don't get into too many offside traps. So he's always on the offside trap. കാരണം അവന്റെ റൺസ് എല്ലാം ഇത്തിരി എന്താ പറയുന്ന ടൈമിംഗ് ഇല്ലാതെ ഒത്തിരി ഓഫ് ലേറ്റ് ആയിട്ടുള്ള റണ്ണിങ് ആണ്. അതാണല്ലോ ഞാൻ പറഞ്ഞത്, ജോ ഫെലിക്സ് ഓടി ആ ബോളിന്, ബട്ട് വൈ ഹി ഡിഡ്ന്റ് മേക്ക് എ റൺ? അവൻ ഓടിയില്ല. if he was a center forward, see, anybody can score inside the box, but you will always expect your center forward, when a creative player gets the ball, to run inside the box. ഫെലിക്സ് ഗോൾ അടിക്കുമ്പോൾ ഹാവേർട്സ് ഫെലിക്സിന്റെ ബാക്കിലാ. he is not running inside it. Right, fine. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. ഫസ്റ്റ് ഹാഫ് നമ്മൾ ഇത് കുറച്ച് എക്സൈറ്റ്മെന്റ് ഒക്കെ കൊണ്ടുവന്നു. സെക്കൻഡ് ഹാഫ് വന്നു. പോർട്ടർ എന്താ പറഞ്ഞെന്നറിയില്ല. It's a total different Chelsea team that comes outside. Everybody looks gassed. Ruben Loftus-Cheek നേരത്തെ പറഞ്ഞ പോലെ looked gassed out. Noni Madueke looked less sharper. Fine, fair enough. All said and done, people can get tired. Then he brings on substitutions, which is weird. He brings in Conor Gallagher, Mason Mount, and he brings in Ziyech. Ziyech was there, and then he brings in Chilwell. So a second half in the game management, I think that's the biggest criticism coming for Potter. Our substitution doesn't make any sense. It doesn't make any sense. കാരണം എന്ന് പറഞ്ഞാല് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഇമ്പാക്ട് പ്ലേയേഴ്സ് ആണ്. എനർജി ലെവൽ ഡൗൺ ആയിരിക്കുമ്പോഴും ടാക്ടിക്കലി ആ ഒരു ഗെയിം മുന്നോട്ട് പോകാത്തപ്പോഴാണ് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരുന്നത്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഹി മേഡ് ദ റൈറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. പുള്ളിയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇമ്പാക്ട് ഇല്ല. ഞാൻ ഇപ്പോഴും പറഞ്ഞല്ലോ ശ്രീകാന്ത്, ഐ ആം നോട്ട് കൺവിൻസ്ഡ് on what basis is playing Ziyech.
കാരണം എന്താ പറയാ, അത് ഞാൻ വളരെയധികം തർക്കിക്കുന്ന ഒരു പോയിന്റ് ആണ്. കാരണം എന്ന് പറഞ്ഞാല്, ഞാൻ ഇപ്പൊ ശ്രീകാന്ത് ഒരു പ്ലെയർ ആണെന്ന് വിചാരിച്ചോ, ലെറ്റ്സ് അസ്യൂം യു ആർ എ പ്ലെയർ. ഒരു ഹൈപ്പത്തറ്റിക്കൽ സിറ്റുവേഷൻ പറഞ്ഞുതരാം. എന്റെ ക്ലബിൽ ശ്രീകാന്ത് ഈ സീസൺ കളിക്കുകയാണ് പകുതിയിൽ വെച്ചിട്ട്. ഞാൻ ശ്രീകാന്തിനോട് അപ് ഫ്രണ്ട് ഒരു ഡിസ്കഷനിൽ പറയാണ്, ശ്രീകാന്ത് അടുത്ത വർഷം നിങ്ങളെ ഞാൻ ഈ ക്ലബിൽ വെക്കാൻ താല്പര്യപ്പെടുന്നില്ല. വാട്ട് വിൽ ബി യുവർ സെൽഫ് മോട്ടിവേഷൻ? You will be self-motivated. I don't think so. It will be difficult, isn't it? അപ്പൊ എനിക്ക് മനസ്സിലാവാത്തത്, see, when this guy is not going to play, why do you want to play him? അടുത്ത സീസൺ കളിക്കാൻ പോകുന്നില്ലെങ്കിൽ why do you want to play? കാരണം എന്താ പറയാ, when that penalty ഒക്കെ ക്ലെയിം പലരും ചെയ്യുന്നുണ്ടായിരുന്നു. പെനാൾട്ടി എന്താ പറയുന്നത്, പെനാൾട്ടി വന്നപ്പം പ്ലേയേഴ്സ് ഒന്നും റിയാക്ട് ചെയ്തില്ല. റഫറി എടുത്ത് ഓടിപ്പോയി പെനാൾട്ടിക്ക് ഡിമാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഫോഴ്സ്ഫുൾ ആണെങ്കിൽ റഫറി ആ പെനാൾട്ടി കൊടുത്തതെന്നാണ്. നിങ്ങൾ ആ ഫ്രെയിമിൽ ശ്രദ്ധിച്ചോന്നറില്ല, ആ പെനാൾട്ടി കൊടുക്കുമ്പം റൈറ്റ് സൈഡിൽ വൈഡിലാണ് സീച്ച് നിൽക്കുന്നത്. സീച്ച് ആ പെനാൾട്ടി ഷൗട്ട് വന്ന് ബാക്കി എല്ലാവരും കൈ പൊക്കിയപ്പോൾ രണ്ട് കൈയും ഇങ്ങനെ പൊക്കി, സീച്ചും പൊക്കി. അപ്പൊ തന്നെ സീച്ച് താത്തയും ചെയ്ത് കൈ. അവന് അത്രേ ഇൻട്രസ്റ്റ് ഉള്ളൂ. നിങ്ങൾക്ക് പെനാൾട്ടി കിട്ടിയാൽ എന്താ, കിട്ടിയില്ല എന്താ, എനിക്കൊന്നുമില്ല, എനിക്ക് എങ്ങനെയെങ്കിലും ഏപ്രിൽ വരെ കളിക്കണം, അത് കഴിഞ്ഞ് ഞാൻ പുതിയ ടീമിൽ പോവാണ്. അങ്ങനെയുള്ള ഒരു പ്ലെയറെ എന്തിനാണ് കളിപ്പിക്കുന്നത്? ഞാനാണെങ്കിൽ കളിപ്പിക്കില്ല. എനിക്കൊന്ന് ഇപ്പൊ ശ്രീകാന്ത് ഒരു കോച്ചാണെങ്കിൽ ശ്രീകാന്ത് കളിപ്പിക്കുന്നു തോന്നുന്നു. കാരണം എന്താ പറഞ്ഞാല് ആ പ്ലെയറിന് എന്ത് വാല്യൂ അഡീഷൻ ആണ്. നമ്മൾ അതൊക്കെ പറയാം, പോർട്ടറിന് പറയാം ഞാൻ അയാളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടോ, ഡേ ടു ഡേ ട്രെയിനിങ് മോട്ടിവേറ്റ് ചെയ്യുന്നതൊക്കെ. ഒരു പക്ഷെ വേറൊരു പ്ലെയർ അവിടെ ഇല്ലാത്തതിന്റെ കാരണമാണോ? അല്ല, അങ്ങനെ അത് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ ശ്രീകാന്ത്. കാരണം എന്ന് പറഞ്ഞാല്, ഇഫ് ഹീസ് ടെല്ലിംഗ് ദർ ഈസ് നോ പ്ലെയർ ടു പ്ലേ ഓൺ ദാറ്റ്, ഐ ഹാവ് എ ഡിബേറ്റ് വിത്ത് ഹിം. Why can't you play Gallagher there? Gallagher can play there. I have seen Gallagher play for Crystal Palace wide. അവന് കളിക്കാൻ അറിയാം. അവന് കളിക്കാൻ അറിയാത്തോണ്ടല്ല, അവന് കളിക്കാൻ അറിയാം. ശരി, അത് വിട്ടേക്ക്. Why can't you bring a player like എന്താ പറയുന്നത്, നമ്മളെ what do you call it as ലിവിസ് ആളിനെ കൊണ്ടുവന്നിട്ട് എന്തുകൊണ്ട് 4-3-3 ആക്കി കളിച്ചൂടാ? There are so many options, but you are trying to bring somebody just because the guy has got a tremendous left foot. ഞാൻ ചോദിക്കുന്നത്, ഹക്കിം സിയച്ച്, ഇത് ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ശ്രീകാന്തിന് തിരുത്താൻ കേട്ടോ. ഹക്കിം സിയച്ച് ഡസ് നോട്ട് ഹാവ് സ്പീഡ്, ഹി കനോട്ട് റൺ, ഓക്കെ, ഹി കനോട്ട് ഡ്രിബിൾ, ഹി ഡസന്റ് ഗെറ്റ് ഇൻസൈഡ് ദ ബോക്സ്. സ്റ്റാറ്റ്സ് പറയുന്നത് ഒരു കളിയിൽ 10% താഴെ ഇയാൾ ബോക്സിന്റെ അകത്ത് കയറുന്നുള്ളൂ. ഒരു അറ്റാക്കിംഗ് പ്ലെയർ ആണ്. 10% താഴെ അയാൾ അടിക്കുന്നുണ്ടെങ്കിൽ എല്ലാം പുറത്തുനിന്നേ അടിക്കുള്ളൂ ഗോള്. ഹി ഡസന്റ് ഗെറ്റ് ഇൻ ടു ദ ബോക്സ്, ഹി ഡസന്റ് ഡ്രിബിൾ, ഹി ഡസന്റ് റൺ, ഹി ഓൺലി ഡസ് ലെഫ്റ്റിൽ ആ ബോൾ കിട്ടുമ്പം ആ ബോൾ ഒന്ന് എടുത്തിട്ട് പുള്ളി സുന്ദരമായിട്ട് ഒന്ന് ക്രോസ് ചെയ്യും, അതും ഫാർ ആംഗിളിൽ. അതിനാണോ ഒരു പ്ലെയറെ കൊണ്ടുവരുന്നത്? എനിക്കത് മനസ്സിലായിട്ടില്ല. അപ്പൊ അത് മേ ബി ഓക്കെ. കൗണ്ടർ ക്വസ്റ്റ്യൻ ടു ദിസ്. ഒരു ഡബിൾസ് അഡ്വക്കേറ്റിന് അറിയില്ല, പുള്ളിക്കാരൻ വന്നു, 1-2 ക്രോസ് ഇടുന്നു, ദർ ഇസ് സം ക്രിയേറ്റിവിറ്റി വരുന്നുണ്ട് സിയേഷില്. കുഡ് ദാറ്റ് ബി ദ റീസൺ? അതൊരു പോസിറ്റീവായിട്ട് നോക്കിയൂടെ? But if that's the reason, then you are trying to bring a player with only one set of skill set. Do you bring a player with one set of skill set? അങ്ങനെയുള്ള പ്ലെയർ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, what is wrong with Lewis Hall? He has got multiple. See, modern football സ്കിൽ സെറ്റ് കൂടുതലുള്ള ഒരു പ്ലെയറെ കൊണ്ടുവരാനാണ് നമ്മൾ പിച്ചിൽ ശ്രമിക്കുന്നത്. ഒരു സ്കിൽ സെറ്റ് മാത്രമുള്ള ഒരു പ്ലെയറെ ഇമ്പാക്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് കൊണ്ടുവരുന്നതിൽ ഞാൻ ഒട്ടും എന്താ പറയുന്നത്, ഐ എം നോട്ട് കംഫർട്ടബിൾ ഓൺ ദാറ്റ് പോയിന്റ്. ഇതാണ് എൻ്റെ ഒരു ഇത്. ബിക്കോസ് ഐ ഡോണ്ട് തിങ്ക് ഹി ക്യാൻ കം ആൻഡ് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ക്രോസ് ഒക്കെ കൊടുക്കും, അതൊക്കെ ശരി തന്നെ. ബട്ട് സി, യു നീഡ് മോർ പ്ലേയേഴ്സ്. ഞാൻ ചോദിക്കട്ടെ, പ്ലേ സ്റ്റേഷൻ ഫിഫയിൽ കളിക്കുന്ന ആളുകള് പ്ലേ സ്റ്റേഷനിൽ പോലും 10 മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ they will change the system in such a way, more players inside the box. ആ ഒരു ഇതിലേക്ക് മാറ്റും. അങ്ങനെയുള്ളപ്പോ this guy is not even getting into the box. What are you going to do for that? See, നിങ്ങളൊന്ന് ആലോചിക്കുക. മഡുവാക്കെ gets into the box, Mudrik gets into the box, Pulisic gets into the box, Sterling gets into the box. He is also ഇവരുടെ കൂടെ ആറാമതായി കൂട്ടാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് ഹക്കിം സിയച്ച്. Why is he not getting into the box? He has to get into the box. No, if he's a speedy winger or if he's somebody who can dribble. അത് എന്താണ് ഇതിലുള്ളത്? Okay, fair enough. So Ziyech probably. Let's talk about Mason Mount, Conor Gallagher. Did you think they had some impact, Mason Mount and Conor Gallagher? Mount looked slightly improved, even though that pass was a bad
അത് ഒരു 2 ടച്ച് എക്സ്ട്രാ എടുത്തു, അത് അതിന്റെ ആവശ്യമില്ലായിരുന്നു. ഗാലഗർ, I mean, I think this guy, he played in the wrong position. I mean, it's not about the position. I think Gallagher is feeling the heat. He's feeling the pressure. See, വലിയ ക്ലബ്, ഞാൻ ചോദിക്കട്ടെ, ഈ ഗ്രഹാം പോട്ടർ ഫേസ് ചെയ്യുന്ന അതേ പ്രഷർ തന്നെയാണ് ഗാലഗറിനുള്ളത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷനെ കുറച്ചു മുമ്പേ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്തു. അയാളുടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇമ്പാക്ട് ഇല്ലാന്ന്. പോട്ടർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്നിട്ട് ഞാൻ ഗാലഗറിന്റെ കാര്യം പറയാം. പോട്ടർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബ്രൈറ്റണിൽ അയാൾ കൊണ്ടുവരുന്ന സബ്സ്റ്റിറ്റ്യൂഷനിൽ അയാൾക്ക് പ്രഷർ കുറവാണ്. എന്താണെന്നറിയോ? അയാളുടെ കയ്യിലുള്ള ഒരു എണ്ണം കൂടിയ ഇത്രയും നിലവാരമുള്ള പ്ലേയേഴ്സിനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ലോഡ് ഓഫ് ക്വാളിറ്റി പ്ലേയേഴ്സ് ഉണ്ട്. സോ യുവർ ഡിസിഷൻ ആസ് എ മാനേജർ ടു ബ്രിങ് ദ റൈറ്റ് ഇമ്പാക്ട് പ്ലെയർ ഇസ് മോർ ഇമ്പോർട്ടന്റ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗാലഗറിന് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, പോട്ടറിനെ പോലെ തന്നെ വലിയ ക്ലബിൽ, ക്രിസ്റ്റൽ പാലസിൽ കളിച്ച് വന്ന ഗാലഗറിന് വലിയ ക്ലബിൽ ആ ഒരു പ്രഷർ ഇമ്പാക്ട് ഫീൽ ചെയ്ത് കളിക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് he is putting too much of pressure on himself. Forward passes, forward movement. ക്രിസ്റ്റൽ പാലസ് അത് ആവശ്യമില്ല. പാലസ് 2 കളി ഡ്രോ പിടിച്ച് 2 കളി തോറ്റാലും ആരും ഒന്നും പറയാൻ പോകുന്നില്ല. പക്ഷെ അത് ചെൽസിയിൽ അങ്ങനെയല്ല. ചെൽസിയിൽ ഒരു പ്ലെയറെ എക്സ്പെക്ട് ചെയ്യുന്നത്, ഞാൻ ചോദിക്കട്ടെ, എൻസോനെയും കോണർ ഗാലഗറിനെ ഒന്ന് വെച്ച് നോക്കിയേ. Is Enzo playing like a big team player or a big club player? Yes, he is. Yes. He's playing like a big club player. അത് ചെൽസി അല്ല, ബാർസലോണയിൽ നാളെ എൻസോ കളിച്ചാലും എൻസോ ഇങ്ങനെ തന്നെ കളിക്കും. ബട്ട് ഗാലഗർ ഡസന്റ് ലുക്ക് ലൈക്ക് ദാറ്റ്. ഐ തിങ്ക് ഹി ഷുഡ് ഗോ ബാക്ക്. ഒന്നിക്കാൻ നമ്മൾ അവനെ വിൽക്കണം, അല്ലെങ്കിൽ ലോണിൽ പോയിട്ട്. ഞാൻ പറയുന്നത് എന്താ പറയുക, ക്രിസ്റ്റൽ പാലസ് അല്ല, കുറച്ചും കൂടി ഒരു വലിയ ക്ലബ്ബ്, പ്രോബ്ലി 6th or 7th 8th അങ്ങനെയുള്ള ടീമിൽ ഒന്ന് കളിച്ച് ആ പ്രഷറൊക്കെ ഒന്ന് ഇമ്പാക്ട്ഫുൾ ആക്കി കൊണ്ടുവന്ന് എന്നിട്ട് വേണം വരാനായിട്ട്. ഈസ് നോട്ട് പ്രിപ്പയർഡ്, ഈസ് നോട്ട് റെഡി അറ്റ് ദ മൂമെന്റ് ഫോർ ചെൽസി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. Speaking of readiness, one guy comes on a loan, gets a red card, comes on another game, looks impeccable. Premier League ന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്ലെയറിന് വേണ്ടി fits right into the shoe of a Chelsea football club, looks seamless. Joao Felix, how is this guy? I mean, like, how do you rate him? I mean, 2 കളി നമ്മൾ കളിച്ചിട്ടുള്ളൂ, പക്ഷെ എന്നാൽ ഈ 2 കളിയിൽ what we have seen is incredible. Brilliant, genius of a footballer. കാരണം എന്താ അറിയോ, a good footballer will always find the awareness to run into the positions. Free space എന്ന് പറയുന്ന സാധനത്തിൽ റൺ ചെയ്യുന്നതായിട്ടുള്ള പൊസിഷനാണ് ഇത്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ അറിയോ, ആസ്പിലിസൂട്ടയും ആന്റോണിയോ കോൺടെയും പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എവറി ഡേ ഇൻ ദ പ്രാക്ടീസ്, ഇൻ ദ ഡെയിലി സെഷൻ, the worst player in terms of positioning in terms of practice is Eden Hazard. But when it comes to matches, Hazard is always at the right place at the right time. Joao Felix അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. His positioning is movement awareness, football awareness. അതായത് ഒരു പിച്ച്, ഒരു കെവിൻ ഡിബ്രൂയിനെ പോലെ, മാന്ത്രികനെ പോലെ പിച്ച് അസസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ്. I think unfortunately he plays with Diego Simeone, who is a very defense minded coach, but he is an out and out attacking player ആണ്. Brilliant sense, brilliant awareness. കാരണം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്, അയാൾ ഫസ്റ്റ് ഒരു ഷോട്ട് അടിക്കുന്നുണ്ട്, അതും പോസ്റ്റിനുണ്ടാവുന്നത്. ആ കളിയിൽ അയാൾക്ക് 2 ഷോട്ട് അടിക്കാൻ ചാൻസ് കിട്ടിയിട്ട് ഒരെണ്ണം അയാൾ പോസ്റ്റിനടിച്ചു, ഒരെണ്ണം നെറ്റിലടിച്ചു. നമ്മുടെ കായ് ഹാവേർട്സിന് 6 ചാൻസ് കൊടുത്താൽ 4 എണ്ണം പുറത്തടിക്കും, ഒരെണ്ണം ഗോൾ കീപ്പർ നെഞ്ചത്തടിക്കും, ഒരെണ്ണം അകത്ത് കയറിയാൽ കയറി. ഇതാണ് വ്യത്യാസം. Okay, speaking of this, നമ്മൾ എങ്ങനെയാണ് മോഡ്രിക്കിനെയും മാഡോക്കിനെയും ഇൻക്ലൂഡ് ചെയ്യുന്നത്? Because both are raw, extremely talented players. Okay. Very, very high quality players. How do you see them getting into this Chelsea structure? I think Modric will have a better quality of performance when Chilwell comes into it. Because Chilwell is the player who will give him that space. Because Chilwell runs. Because Chilwell will take his ball, allow him to run inside, and he will zip the ball. In fact, one ball in the Chilwell zip ചെയ്തിരുന്നു. Beautiful ball. Havertz set ചെയ്തു, അത് പുറത്തു പോയി. Right. അത് പോരാത്തതിന് ഒരു ത്രൂ ബോൾ ചിൽവലിന് കിട്ടി, ചിൽവൽ ഷോട്ട് എടുക്കാൻ മറന്നുപോയി. അതെ. So what happens is, that is the kind of combination that അത് കുക്കറേല ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. But somehow I think
എന്തോ പ്രശ്നമുണ്ട്. ഐ ഡോണ്ട് നോ, ഐ മീൻ എന്തെങ്കിലും ഫാമിലി പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഫിസിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. ബട്ട് he was very safeguarding himself. അയാളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാണ്. ഈ എന്താ പറയുക, അറ്റാക്കിംഗ് ഫുട്ബോളില് ബോളിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നതും രണ്ട് തരത്തിലാണ്. ഏറ്റവും ഡൗൺഗ്രേഡഡ് ആണ് ആസ് എ പ്ലെയർ, യു ട്രൈ ടു സേഫ് ഗാർഡ് യുവർ സെൽഫ്. അതായത് ഞാൻ സേഫ്റ്റിയാണ് നോക്കുന്നത്, ഞാൻ എന്നെ രക്ഷിക്കുക, അതായത് എന്റെ പൊസിഷനിൽ ആരും എന്നെ അറ്റാക്ക് ചെയ്ത് എനിക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് ഇന്നലെ കുക്കറേല കളിച്ചത്. കുക്കറേല വാസ് നോട്ട് തിങ്കിങ് അബൌട്ട് ചെൽസി വിന്നിങ്, ഹി വാസ് ഓൺലി തിങ്കിങ് അബൌട്ട് സേഫ് ഗാർഡിങ് ഹിസ് ഓൺ പൊസിഷൻ. അത്രയേ ഉള്ളൂ. ആൻഡ് സ്പീക്കിംഗ് പുള്ളിക്കാരൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ് നമ്മൾ ഗോൾ കൺസീഡ് ചെയ്തത് തന്നെ, അത് യാതൊരു സംശയമില്ല. ഫൈനലി കമ്മിങ് ഓൺ ടു 3 players, പക്ഷേ സ്റ്റാർട്ടിംഗ് ഓഫ് വിത്ത് ബെനുവെ ബാദിഷൽ, അഗൈൻ റോക്ക് സോളിഡ് ഡിഫൻസീവ് പെർഫോമൻസ് അലോങ് വിത്ത് ലെജൻഡറി തിയാഗോ. Outstanding. This boy is cool as a cucumber ആണ്. ഭയങ്കര കംഫർട്ടും ഭയങ്കര കംഫർട്ടുള്ള ഒരു ഫുട്ബോളറാണ്. The way he controls that position, പ്രത്യേകിച്ച് ആ ടൈറ്റ് ഏരിയാസിൽ somebody comes, no, his decision making is brilliant. അവൻ കെപ്പയ്ക്ക് ഏത് ബോൾ കൊടുക്കണോ ആ ബോളെ കൊടുക്കുള്ളൂ. അതല്ലെങ്കിൽ അവൻ കൊടുക്കുന്ന പ്ലെയർ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്രയും മെച്യൂരിറ്റിയോടെ പ്രീമിയർ ലീഗിൽ, അതും ഒരു സമ്മർദ്ദമുള്ള ഒരു ടീമിൽ വന്ന് കളിച്ച് 4 കളിയിൽ തന്നെ അയാളുടെ പൊസിഷൻ സ്ഥിരതയാക്കിയിട്ടുണ്ടെങ്കിൽ ആ കളിക്കാരന്റെ നിലവാരം വേറെ നിലവാരം തന്നെയാണ്. അത് ഇതിനെ സ്കൗട്ട് ചെയ്ത ആരായാലും, ആഫ്റ്റർ എ ലോങ് ടൈം വി ഹാവ് സ്കൗട്ടഡ് ദ ബെസ്റ്റ് സെന്റർ ബാക്ക് ആഫ്റ്റർ പ്രോബ്ലി ഐ വിൽ സേ എന്താ പറയാ റിക്കാർഡോ കൊവാലിയോ. കാരണം റിക്കാർഡോ കാർവാലിയോ ആ ടൈമിൽ വന്നത് നമുക്കൊരു വലിയ ബ്ലെസ്സിങ് ആയിരുന്നു. സിൽവ വന്നത് സിൽവയുടെ വെറ്ററൻഷിപ്പ് വെച്ചിട്ടാണ്. സിൽവേനെ ആരും ഡൗട്ട് ചെയ്തിട്ടില്ല. സിൽവേനെ ഡൗട്ട് ചെയ്തത് ഏജിന്റെ കാര്യത്തിലാണ്. പക്ഷെ ഇത് റിക്കാർഡോ കാർവാലിയോ അന്ന് ജോൺ ടെറിയുടെ കൂടെ വരുമ്പോൾ എല്ലാവർക്കും സംശയം, കാർവാലിയോ ഈസ് കമ്മിങ് ഫ്രം എ പോർച്ചുഗീസ് ലീഗ്, ഹൗ വിൽ ഹി കം ആൻഡ് പ്ലേ ഇൻ ദി ഇംഗ്ലീഷ് ലീഗ് എന്നാണ്. അതുപോലെയായിരുന്നു. ബട്ട് ദിസ് ഗായ് ഹാസ് ത്രോൺ everybody's confusion out of the wind. Brilliant ആയിട്ട് കളിച്ചു. I think he's the best signing of Chelsea in this January transfer window. Perfect. Coming on to the main question, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ entire discussion, is Potter the right man for the job? He is the right man to coach Chelsea, but if he wants to win trophy, he has to be very aggressive. He has to be, his body language from the touchline is very poor. When I say poor, ഇത് ഇങ്ങനെ പറഞ്ഞായിരിക്കും ശ്രീകാന്ത് നല്ലത്. 10 മിനിറ്റ് കളി ബാക്കിയുണ്ട്. മാഞ്ചസ്റ്റർ സിറ്റി വെസ്റ്റ് ഹാമുമായിട്ട് 1 ഗോൾ പിറകിലാണ്. എങ്ങനെയായിരിക്കും പെപ് ഗോർഡിയോള തന്റെ ഈ പ്ലേയേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യുന്നതും അയാളുടെ അഗ്രഷനും കൊണ്ടുവരുന്നത്? ഡാൻസ് കളിക്കണം, കിടന്ന് തുള്ളിച്ചാടുന്നുണ്ടാവും. അപ്പൊ അതെന്താന്ന് പറഞ്ഞാല്, സോ ദാറ്റ് ഈസ് ദ കൈൻഡ് ഓഫ് റിയാക്ഷൻ വി എക്സ്പെക്ട് ഫ്രം ദ മാനേജർ. ദർ ഈസ് സംതിങ് നോട്ട് കമ്മിങ് ഫ്രം ദി ടച്ച് ലൈൻ. അത് ഞാനിത് ഇങ്ങനെ പറയാൻ കാരണം എന്നറിയോ, ഇന്നലെ രാത്രി ഞാൻ ഫിഫ ക്ലബ് വേൾഡ് കപ്പ് ഫൈനൽ ഉണ്ടല്ലോ, സൗദി അറേബ്യ ടീമുമായിട്ട് റിയൽ മാഡ്രിഡ് കളിച്ച കളി കാണുന്നുണ്ട്. അപ്പോ അതിൽ ഫസ്റ്റ് ഹാഫിൽ തന്നെ അവർ 2 ഗോൾ അങ്ങോട്ട് തിരിച്ചടിക്കുന്നുണ്ട്. അതില് 2-3 തവണ, 3 അല്ല എനിക്ക് തോന്നുന്നു 4-5 തവണ വിനീഷ്യസ് ജൂനിയറിന്റെ കാലിൽ നിന്ന് കുറച്ചൊന്ന് ഷോ ബോട്ടിങ് കാണിക്കാനായിട്ട് വിനീഷ്യസിന്റെ കാലിൽ നിന്ന് ബോള് പോകുന്നുണ്ട്, മിസ്സാവുന്നുണ്ട്. പക്ഷെ അത് മിസ്സാവുമ്പോ ക്യാമറ പിന്നെ കാണിക്കുന്നത് കാർലോ ആൻസലോട്ടിയാണ്. ആൻസലോട്ടി ചൂടാവില്ല, പക്ഷെ അയാള് പറയേണ്ടത് പട്ടയർന്ന് പറയുന്ന ഒരാളാണ്. അങ്ങനെ നമ്മൾ വായിച്ചിട്ടുണ്ട് പലതും. അയാള് ഉറക്കെ എന്തോ പറയുന്നുണ്ട് വിനീഷ്യസ് ജൂനിയറിന്, എന്തോ തെറി എന്ന് പറഞ്ഞാൽ അയാൾ ദേഷ്യപ്പെട്ട് പറയാണ്. ബിക്കോസ് ഹി ഈസ് ലൂസിങ് ബോൾ അറ്റ് അഡ്വാൻറ്റേജസ് പൊസിഷൻ. അത് കഴിഞ്ഞിട്ടാണ് അയാള് സൈഡിൽ ഉണ്ടായിരുന്ന ഒരു ബോട്ടലിന് അയാൾ കിക്കൊക്കെ ചെയ്യും. അതിനുശേഷം വിനീഷ്യസിന്റെ കളി വേറെയാണ്. വിനീഷ്യസ് ends up as the player of the match. Reaction point ആണ്. You as a manager is giving a reaction to your player that what you are doing is not for the sake of the team. നീ ടീമിന് വേണ്ടി അല്ല ചെയ്യുന്നത്, നീ നിനക്ക് വേണ്ടി എന്തൊക്കെയോ പൊട്ടത്തരം കാണിക്കുകയാണ്. അപ്പൊ അത്തരം റിയാക്ഷൻ പോയിന്റിൽ ഐ തിങ്ക് ഗ്രാം പോട്ടർ ഇസ് വാണ്ടഡ്. ട്രോഫി ജയിക്കണ്ടെങ്കിൽ അത്തരം ആറ്റിറ്റ്യൂഡ് വേണം. അല്ലാതെ ട്രോഫി ജയിക്കാൻ പറ്റില്ല, മാച്ച് ജയിക്കാൻ പറ്റും. ട്രോഫി ജയിക്കണ്ടെങ്കിൽ ആ ആറ്റിറ്റ്യൂഡ് വേണം. കാരണം എന്താ പറയാ, ഇത് ഇങ്ങനെയുള്ള സിറ്റുവേഷൻ അല്ല. ഒരു UCL ഫൈനൽ നോക്കിക്കോ, ഈ കിട്ടിയ പെനാൽറ്റി ഒരു UCL ഫൈനലില് ഗ്രഹാം പോട്ടർ
ഇങ്ങനെ റിയാക്ട് ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്നലെ കിട്ടിയ പെനാൾട്ടി ഇതേ സ്ഥലത്ത്, ആ സ്ഥലത്ത് ഒരു UCL ഫൈനലില് ജോസെ മൊറീനിയോ അന്റോണിയോ കോണ്ടയുടെ ചെൽസിക്ക് ഇങ്ങനെ ഒരു പെനാൾട്ടി അവസരം വന്നിട്ട് അത് കൊടുത്തില്ലെങ്കിൽ അവിടെ കാണുന്ന റിയാക്ഷൻ വേറെയാണ്. അവിടെ ഒരു ഏകദേശം ഒരു 2 മിനിറ്റോളം കളി നിൽക്കും. ഒന്നിക്കെ റെഫറി ലൈനിൽ വന്നിട്ട് മൊറീനിയോ ആയിട്ട് ആർഗ്യൂ ചെയ്യും, അല്ലെ പ്ലേയേഴ്സ് തമ്മിൽ ആർഗ്യുമെന്റ് ഉണ്ടാവും. പക്ഷെ there was no reaction. See, you need to fight. See, നമ്മൾ ഒരു ടീമിന് കളിക്കുമ്പോൾ കോച്ചും കൂടി ആ ടീമിന് ഞാൻ ഇന്നലെ പറയണ്ടായിരുന്നു, മേ ബി ഒരു കോച്ചിന്റെ ശൈലി ആയിരിക്കും അത്. അത് ശൈലിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വലിയ ടീമിനെ ഞാൻ ചോദിക്കട്ടെ, ഞാൻ ശ്രീകാന്തനോടൊന്ന് തിരിച്ചു ചോദിക്കാം. വളരെ സാധുവായിട്ട് പാവപ്പെട്ട്, അതായത് നന്നായി കോച്ചിങ് ചെയ്ത് ഒരു പ്രശ്നവും ചെയ്യാതെ ഒരു ട്രോഫി നേടിയ ഒരു കോച്ചിനെ എനിക്ക് കാണിച്ചു തരാം. പേര് പറയാമോ? സിദാൻ ഈസ് നോട്ട് ദാറ്റ്. സിദാനെയൊക്കെ ഭയങ്കര ഒച്ചയും ബഹളം ഉണ്ടാക്കുന്ന ആളാണ്. You can't say Zidane is very silent. അങ്ങനെയാണ് Zidane silent. He may not be conversing in English, but he is bloody lambasting players in Spanish. You go and ask Toni Kroos what he says. Zidane is not like that. Zidane is a very any other coach. You tell me one coach who has won a trophy who is a chocolate baby. You tell me one coach. Ole coach. ഞാൻ ഒരു പ്ലെയർ ഒരു കോച്ചിന്റെ പേര് പറയട്ടെ, who is half chocolate baby. Arsene Wenger. But how many trophies he has won? ഈ Arsene Wenger മൊറീനിയോയുടെ കൂടെ എന്നും തോറ്റിട്ടേ ഉള്ളൂ. He has always lost to Mourinho. എവിടെയാണെന്നറിയോ? സൈക്കോളജിക്കലി മൊറീനിയോ ടച്ച് ലൈനിൽ തന്നെ അയാളെ തോൽപ്പിക്കും. കളി തുടങ്ങി 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ മൊറീനിയോ അയാളെ പുറത്തുനിന്ന് തോൽപ്പിക്കും. So Ole ആരോ പറയുന്നുണ്ട്, Ole is a chocolate baby. So you need a manager who is more aggressive on the touch line. ഞാൻ ആ കാര്യത്തിൽ അത്ര ഹാപ്പി അല്ല. പുള്ളി ടച്ച് ലൈനിൽ പുള്ളി കാണിക്കുന്ന ആ ഒരു റിയാക്ഷൻ പോയിന്റിൽ, ടു ബി വെരി ഹോണസ്റ്റ്, ഐ എം നോട്ട് ഹാപ്പി. പിന്നെ വേറൊരു കാര്യമുണ്ട്. Then you also have Pochettino, but again Pochettino, how many trophies he's won എന്നുള്ളൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ that could be also a challenge. റിയാക്ട് ചെയ്യുന്ന ഒരാളാണ്. ഐ ഹാവ് സീൻ ഹിം റിയാക്ട്. പ്രസ് കോൺഫറൻസിൽ വന്നിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട് അയാൾ. അതൊക്കെ ഇത് പുള്ളി പ്രസ് കോൺഫറൻസിൽ പോലും റിയാക്ട് ചെയ്യുന്നില്ല. ഇപ്പൊ പോട്ടറിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, പോട്ടറിനോട് ഇന്നലെ പെനാൽറ്റി ആണോ എന്ന് ചോദിച്ചത് പുള്ളി പറഞ്ഞ എന്താ പറയാ, some teams get it, some teams don't get it, we were unlucky. What was that statement? ശരിക്കും ഞാൻ പറയട്ടെ, ഇപ്പൊ ഇന്നലത്തെ ആ ഒരു സിറ്റുവേഷനിൽ മൊറീനിയോ ആണെങ്കിൽ എന്ത് ഉത്തരം പറഞ്ഞിട്ടുണ്ടാവും അറിയോ? അയാൾ പറഞ്ഞിട്ടുണ്ടാവും, ഈ ബാറിന്റെ റഫറി ചിലപ്പോൾ മൂത്രമൊഴിക്കാൻ പോയാന്ന് പറഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ആ പെനാൽറ്റി കിട്ടാത്തെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അത് അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റുകൾ എന്തിനാ പറയുന്നത് അറിയോ? ചിലപ്പോൾ ബാൻ കിട്ടുമായിരിക്കും, ഫൈൻ കിട്ടുമായിരിക്കും, but you are trying to rub on your team, you are trying to show that aggression. ആ ഒരു അഗ്രഷൻ ടച്ച് ലൈനിൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഇംപ്രൂവ് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട്. യു കാൻ വിൻ ട്രോഫീസ് വിത്തൗട്ട് അഗ്രഷൻ. അഗ്രഷൻ ഉള്ള മാനേജേഴ്സിനെ ട്രോഫി വിൻ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ വിൻ ചെയ്യാൻ പറ്റില്ല. ലിയോണൽ സ്കലോണി കുറെ പേരുകൾ പറയുന്നുണ്ട്. സ്കലോണി ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. നാഷണൽ ടീമിൽ കളിക്കുമ്പോഴും നമ്മൾ ഇതിൽ കളിക്കുമ്പോഴും നമ്മൾ അത്ര, ഇപ്പൊ നാഷണൽ ടീമിലൊക്കെ എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തുന്നത്? Scaloni, how many matches he plays in a year? World Cup ഇല്ലെങ്കിൽ he plays maximum 10 to 12 games. അപ്പൊ അതൊന്നും ഒരു വിലയിരുത്തലായിട്ട് ആ 12 കളിയിൽ ഏതൊക്കെ ടീമുകളാ പുള്ളി കളിക്കുന്നത്? പ്രോബ്ലി ഈസ് പ്ലേയിങ് ക്വാളിഫയേഴ്സ് ഒരു 6 കളി 7 കളി കളിക്കും, ഒരു 5 കളി ഫ്രണ്ട്ലി ഇന്റർനാഷണൽ ആയിരിക്കും. ഈ ഫ്രണ്ട്ലി ഇന്റർനാഷണലൊക്കെ ആരാ ഈ ഇത്രയും റിയാക്ഷൻ കാണിക്കുന്നത്? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യ ഇപ്പൊ നാളെ ബംഗ്ലാദേശ് ആയിട്ട് ഒരു ഫ്രണ്ട്ലി ഇന്റർനാഷണൽ കളിക്കുകയാണ്, ഒരു കോച്ച് എന്ത് റിയാക്ട് ചെയ്യാനാണ് അവിടെ? ഇറ്റ്സ് ഫ്രണ്ട്ലി ഇന്റർനാഷണൽ, ഇറ്റ് ഈസ് ആൻ ഇന്റർനാഷണൽ പോയിന്റ്സ് ഉണ്ട്. ബട്ട് ഇത് അങ്ങനെയല്ല, ഇറ്റ്സ് എൻ ഇന്റൻസ് മാച്ച്. ക്ലബ് ഫുട്ബോളിനെയും നമ്മള് കോച്ചസിനെ ഒരിക്കലും നമ്മള് ക്ലബ് ഫുട്ബോളും നാഷണൽ ടീമും വെച്ച് കമ്പയർ ചെയ്യരുത്. കോച്ചസ് ഇൻ എ ക്ലബ് ഫുട്ബോൾ ഇൻ എ ഇയർ പ്ലേ ക്ലോസ് ടു അറൌണ്ട് 45 to 50 ഗെയിംസ്. ചിലപ്പോൾ അതിൽ കൂടുതലായിരിക്കും പ്രീ സീസൺ ഒക്കെ കൂടിയിട്ട്. സോ ദാറ്റ് ഇന്റൻസിറ്റി ഹാസ് ടു ബി ദാറ്റ്. നാഷണൽ ടീം മാക്സ് ടു മാക്സ് എനിക്ക് തോന്നുന്നില്ല 12 മാച്ചിനപ്പുറമൊക്കെ ഒരു വർഷത്തിൽ ആകെ എന്താ പറയുന്നത്, ഫിഫ വിൻഡ 4 കാലണ്ടറേ ഉള്ളൂ. 4 കാലണ്ടറിൽ ഒരു കാലണ്ടറിൽ 2 or 3 കളി കളിക്കാം. സോ മാക്സിമം 12 ഗെയിംസ്. 12 ഗെയിംസിൽ എങ്ങനെയാ സ്കലോണിയൊക്കെ നമ്മൾ ഒരു കമ്പാരിസണിൽ കൊണ്ടുവരുന്നത്? പിന്നെ വേറൊരു കാര്യമുണ്ട്, ഷുഡ്
the board be backing Potter illanundengil if he is sacking him again kada veendum thodangി. Yes, we are the same situation, same place again and again and again. Project എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. പക്ഷെ തുടക്കം ഇടണമെന്നുണ്ടെങ്കിൽ we need to back. ആരാണ് ഉണ്ണി നാരായണൻ എന്ന് പറയുന്ന ഒരാളാണെന്ന് തോന്നുന്നു, ഒരു സുഹൃത്താണ്. ഈ പ്രോജക്ട് ലുക്സ് എ ഗുഡ് ഫിറ്റ് ഫോർ അവർ പ്രോജക്ട് വിത്ത് ഓണേഴ്സ് എന്ന് പറയുന്നത്. ബട്ട് ഇതിന് ശ്രീകാന്ത്, എന്റെ ഉത്തരം ഉണ്ണിക്ക് തന്നെ ഉള്ള ഉത്തരമാണ്. ഉണ്ണി, ദ പ്രോജക്ട് ബിലോങ്സ് ടു ദ ക്ലബ്. ദ പ്രോജക്ട് ഈസ് നോട്ട് ദ ഓണർഷിപ്പ് ഓഫ് ദി കോച്ച്. ഈസ് ജസ്റ്റ് പാർട്ട് ഓഫ് ദ പ്രോജക്ട്. ഈസ് ജസ്റ്റ് പാർട്ട് ഓഫ് ദ പ്രോജക്ട്. ഇപ്പൊ ശ്രീകാന്ത് ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ട്, ഞാൻ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ട്. We are part of our company's project. The project of the company is not our ownership. അത് ആദ്യം നമ്മൾ തിരുത്തം വരുത്തണം. We are part of that project, which means the ownership would like to see in the project either Srikanth, Shajee or Potter to a development stage. What is development? Your performance, your consistency, your upbringing and growth on the player. ഇത് മൂന്നും എവിടെ വെച്ചാ കാണാൻ പറ്റുന്നത്? When you are on the pitch. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളെല്ലാം പിച്ചിലെ കാര്യങ്ങളാണ്. ഈ പിച്ചിൽ ഇത് കൊണ്ടുവരാതെ യു ക്യാൻ കം ആൻഡ് ടെൽ പീപ്പിൾ, സർ, ഐ ആം പ്രിപ്പയറിംഗ് മൈസെൽഫ്, ഐ ആം ട്രെയിനിങ് ഹാർഡ്, ഐ ആം വർക്കിംഗ് ഹാർഡ്. പോട്ടറിന് ഇപ്പൊ ഒരു ചാലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ ദ ഫസ്റ്റ് ടൈം ഹീസ് പ്ലേഡ് 5 പീപ്പിൾ. ഇഞ്ചുറി ഉള്ള പ്ലേയേഴ്സ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ വിലയിരുത്താനായിട്ടില്ല. കാരണം മൊത്തം ഒരു പഴയ ടീമും ഇപ്പൊ ഒരു പുതിയ ടീമും വെച്ചിട്ടാണ് പുള്ളിക്കാരൻ അങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അല്ല, അത് ശരിയാണ്. ബട്ട് ഐ തിങ്ക് he has to sooner or later he has to get result. See, ഞാൻ റിസൾട്ട് എന്ന് പറയുമ്പോൾ എന്താ പറയാ, നമ്മള് ഫാൻസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം, I am not expecting Chelsea or Graham Potter to beat Manchester City. I am not expecting them to beat Liverpool. I am not expecting them to beat Arsenal. I am not expecting them to beat Tottenham Hotspur. But I do expect them to beat certain teams. I expect them to beat Fulham. I expect them to beat Wolverhampton Wanderers. I expect them to beat Nottingham Forest. I expect them to beat Leicester City. Don't tell me that it is part of the project that we will continue losing to these teams. That's not growth. നമുക്കൊരു ഫസ്റ്റ് ടീം അല്ല. മേസൺ മൗണ്ടും കൈ ഹാവർട്സും ആണ് നമുക്ക് ഫ്രണ്ടിൽ ഇത്ര നാൾ കളിച്ചുകൊണ്ടിരുന്നത്. ഫസ്റ്റ് ടൈം വി ഹാഡ് മുഡ്രിക്, നോണി മാഡ്വേക്ക് ആൻഡ് ഫെലിക്സ്. സോ and Mason Mount and Kai Havertz has been pathetic. So is that the reason? Namka adu could that be a justifying reason? No, it can't be a justifying reason, because see, I tell you, you are a coach, you have the chance to take your team, you pick your best 11. John Terry innala parnadille, we have to sooner find our right 11 na parnadu. Which is your right 11? We are not able to find that. അല്ല, ഇൻജൂർഡ് അല്ലേ പ്ലേയേഴ്സ്? പ്ലേയേഴ്സ് ആർ ഇൻജൂർഡ്. പ്ലേയേഴ്സ് ഇൻജൂർഡ് ആണല്ലോ. Now he has got the right 11, isn't it? ഇപ്പോ എല്ലാം വന്നല്ലോ. ഒരു ഗെയിമല്ലേ ആയിട്ടുള്ളൂ. ഇനിയും വരുന്ന മത്സരങ്ങളിലെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. That's what I'm telling. See, ആ ഒരു സിറ്റുവേഷനിൽ അയാൾ ഇംപ്രൂവ് ചെയ്യണം. ഞാൻ പറയുന്നത് എന്താ അറിയോ? Now you and I agree that Ruben played a very good game yesterday. Right. Correct? Right. Ruben should definitely start in that case against Borussia. Right. Do you think he will start? He deserves to be starting. I don't think he will start. So is that a good thing or a bad thing? It's a bad thing, because when you see, എൻ്റെ ഒരു ഫിലോസഫിയിൽ, if your best player is on the pitch, when the momentum is with that player, you continue playing that. ഇഞ്ചുറി ഇപ്പൊ ഞാൻ നോക്കട്ടെ, കളിക്കുന്ന കളിയിൽ എന്ത് വന്നാലും കളിക്കുമ്പോഴല്ലേ ഇഞ്ചുറി വരുന്നുള്ളൂ. ബട്ട് ദ മൊമെന്റം ഹാസ് ടു ബി ദർ. ഡോണ്ട് ബ്രേക്ക് ദാറ്റ് മൊമെന്റം. ആ മൊമെന്റം ബ്രേക്ക് ചെയ്യണ്ട. എന്റെ ഒരു ഫിയർ എന്താ അറിയോ, ഡിഫൻസില് സിൽവ ആൻഡ് ബഡിയാഷിലി ലുക്സ് ടു ബി എ ഗ്രേറ്റ് കോമ്പിനേഷൻ. Correct. If Graham Potter is going to change that for Champions League by taking off Badiashile and bringing Koulibaly or bringing Trevor Chalobah, he is making a blunder. Because when your player is in form, play with that form. അതാണ് ഒരു ഇത്. അപ്പോൾ നമ്മൾ ഡോട്ട്മൻഡിനെതിരെ we will have Koulibaly, Silva, and then who will partner Enzo?
See, ഇപ്പോഴുള്ള സിറ്റുവേഷനിൽ I would, of what I have seen, Ruben, I would give Ruben a chance. I would let Ruben and Enzo to start because Kovacic to me makes lot of wrong passes at the extreme end of the pitch. The problem is when you play a player who is making so many wrong passes, counter attack against a Borussia Dortmund team, which is purely speed. ഈ പറയുന്ന Reine ആയാലും ശരി, Movanke ആയാലും ശരി, they are all relying on speed. That will be tough. So I would rather play Ruben and Enzo rather than have Kovacic or somebody along with him. Not even Gallagher for that matter. And front four, നമ്മൾ predicted lineup-ലേക്ക് പോവാണ്, പക്ഷെ എന്നാലും out of curiosity. എന്താണ്? Front four against Dortmund. Front four, I would stick with Mudryk. I would have Joe just behind the striker with Kai Havertz as striker. On the right hand side, if I don't know if Noni Madueke is okay, I would start him. Otherwise, I will have to find whether Sterling is fit. If Sterling is fit, I will bring Sterling there. So Kai Havertz again as a striker, വീണ്ടും instead of Fofana. Kai Havertz തന്നെ കളിക്കേണ്ടി വരും, വേറെ വഴിയില്ല. കാരണം എന്ന് പറഞ്ഞാല് because reason ഉണ്ട്. This match is being played in Germany, and his record against Borussia Dortmund is not that bad. So probably ഒരു advantage അവിടെ കൊടുക്കാനായിട്ട് I would put him on the field. Okay, so what next for Potter? എത്രത്തോളം any time അല്ലെങ്കിൽ do you think there is a possibility that he gets some time? കാരണം let's look until he won't be sacked. That's my opinion. He will never get sacked. He will never get sacked. Dortmund ആയിട്ട് കളിക്കുന്നു, പിന്നെ സൗത്ത്ഹാംപ്ടൺ, പിന്നെ ടോട്ടൻഹാം, പിന്നെ ലീഡ്സ് ആൻഡ് then again Dortmund. സൗത്താംപ്ടണിനൊക്കെ തോൽപ്പിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഫുട്ബോൾ കളിക്കുന്നതന്നെ നിർത്താൻ നമ്മൾ. സൗത്താംപ്ടണിനൊക്കെ they are all struggle ആണ്. They don't even take shots. ഷോട്ട് പോലും എടുക്കുന്നില്ല അവർ അതിന്റെയൊക്കെ കൂടെ. See, Graham Potter will not get sacked anywhere in the middle of the season now. They will give him time till the end of the season. He must finish 6th. Even if he doesn't finish in the top 4, he cannot finish below 5th and 6th with this team. You spend 600 million and finish below 6th with 15 to 20 matches under your belt, then you are in big trouble. Then he could be sacked. If he finishes outside the top 6, he could be sacked. That's a serious problem. That's my opinion. So, final question. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ does this project start from the last game because he started 5 players? ഇപ്പോഴാണ് എല്ലാ പ്ലേയേഴ്സും ഒത്തൊരുമിച്ച് വരുന്നത്. The project starts now. The project starts now, and I am telling you, I don't care whether we beat Borussia Dortmund or whether we qualify for the next stage of the UCL. അതൊന്നും UCL ഒന്നും വലിയ വിഷയമല്ല. I am telling you, he has to win certain matches. He must beat Southampton. Southampton is a team that is relying purely heavily on the quality of James Ward-Prowse. Prowse-ന്റെ ക്രോസും Prowse-ന്റെ ക്വാളിറ്റി ഗോളും ഇത് മാത്രമേ ഉള്ളൂ സൗത്താംപ്ടണിൽ ഒന്നുമില്ല. ഈ സൗത്താംപ്ടനെ പോലും തോൽപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ then it's a serious issue. 600 million വെച്ചിട്ട് you can't beat a team that is going to get relegated into the championship means what? You can't, literally you are telling that you can't beat a championship side. We are talking about Southampton, which is almost going to be down into the championship, and you can't beat that side means what? Borussia, I don't think, I am honestly saying that കാരണം പല ഫാൻസും പറയുന്നുണ്ട് UCL വരുമ്പോൾ ചെൽസി വേറെയാണ്, അതൊക്കെ ചുമ്മാ ഒരു മണ്ടത്തരം പറയുന്നതാണ്. ആത്മവിശ്വാസം കൊള്ളാനൊക്കെ കൊള്ളാം, ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആത്മവിശ്വാസം പോലും ആൽക്കഹോൾ പോലെയാണ്, തിരിച്ചു വന്നിട്ട് എന്താ പറയുക ഓവർ റിയാക്ഷൻ തരും. ഈ ബൊറൂസിയയുടെ കളി ഞാൻ 2 കളി ഈ വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് കണ്ടതാണ്. ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി ഈസി. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, സ്പീഡ് ഭയങ്കരമാണ് അവരുടെ പ്ലേയേഴ്സിന്. They counter attack a lot. They use lot of width, lot of speed. Second most important thing, the pitch, Sigana Duna Park ennulla aa pitch, it's one of the biggest pitch. It's not going to be easy to play on a big pitch. Karanam that fans, and I am already getting a report that close to around 80,000 fans. Earlier they used to control it up to 65,000. This time they're going to bring 80,000 fans, and it is all yellow flag.
I'm telling you. അതും നമ്മുടെ മഞ്ഞപ്പട പോലെ കുറെ പേരുണ്ട്. അതെ it's full yellow flag yellow wave ആയിരിക്കും. It's not easy. If somebody is thinking that we will go and beat Borussia Dortmund easily, I think you should ask Borussia to play hockey with us. Hopefully we should also know hockey and we can beat them. Final question, ippathe situationil what is your best 11? I would my best 11 is Silva and Badiashile. Chilwell on the left, Reece James on the right. If fully fit, Ruben Loftus-Cheek and Enzo in the middle. Front, I will play Mudryk, Sterling, Joe Felix, and Kai Havertz. And Sterling, and because Sterling and Mudryk can rotate. Sterling is very good enough to play on the left and the right. He has played for Manchester City on the right, and he has been successful. It is not that he can come good on the left. So I would play Mudryk and Sterling, and because the reason for that, they can even play as a double penetration at times, going in the same wing. In that case, you can allow Joe Felix to come on the right hand side as an additional player. So I would play Sterling, Joe Felix, Mudryk, and Havertz up front. Interesting. And once Kante is fit, any day. Kante is fit, he will straight away come into the team. I will take off Ruben Loftus-Cheek, and that will give a more free license. It will give a free license to Enzo to move forward. Karanam normal Enzo's full potential vannittilla. He is a player capable of curling the ball and zipping the ball right. In the target zone at the edge of the box. Right at the moment, he's not doing it because he doesn't have an assurance in the defense. If Kante comes, I think you will see a free license Enzo playing front. Great, awesome. Thank you so much, Shajee. Thank you for joining out. Okay. Yeah, and one more thing before I leave, I wanted to say that ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ഒരുപാട് ഫാൻസുകളുണ്ട്. ഇന്ന് രാവിലെ, അതായത് നാളെ രാവിലെ 4 മണിക്കാണ് നിർണായകമായ സൗത്ത് അമേരിക്ക അണ്ടർ-20 ചാമ്പ്യൻഷിപ്പ് കളിക്കുന്നത്. സൗത്ത് അമേരിക്ക അണ്ടർ-20 ചാമ്പ്യൻഷിപ്പ് സൗത്ത് അമേരിക്കയിൽ കോപ്പ അമേരിക്കയ്ക്ക് ശേഷം ദ ബിഗ്ഗസ്റ്റ് ട്രോഫിയാണ്. ലോക ചരിത്രത്തിൽ അണ്ടർ-19 അല്ലെ അണ്ടർ-20 ടൂർണമെന്റിന് ഏകദേശം 40,000 ആളുകൾ കവിഞ്ഞു നിന്ന് കാണുന്ന ഒരു ടൂർണമെന്റ് ആണ് സൗത്ത് അമേരിക്ക. ഇന്ന് വെളുപ്പിന് അതായത് നാളെ വെളുപ്പിന് 4 മണിക്ക് നിർണായകമായ മത്സരം ബ്രസീലും ഉറുഗ്വേയും തമ്മിൽ. ആര് ജയിച്ചാലും അവർക്ക് കപ്പാം. പക്ഷെ ഉറുഗ്വേ ഡ്രോ പിടിച്ചാലും ഉറുഗ്വേക്ക് കപ്പ് കിട്ടും. ബ്രസീലിന് ജയിച്ചേ പറ്റും. നമ്മുടെ പയ്യൻ കളിക്കുന്നുണ്ട്, ആൻഡ്രേസ് സാന്റോസിനെ വിഷ് ചെയ്യുന്നു. ജയിക്കട്ടെ, ബ്രസീൽ കപ്പടിക്കട്ടെ, ആൻഡ്രേസ് സാന്റോസിന്റെ കാലിൽ തന്നെ ഗോൾ വരട്ടെ. അടിപൊളി. ആശംസയോടെ hopefully things get better. Thank you guys. Thanks everybody for joining. പുതിയ വീക്ക് തുടങ്ങുകയാണ്. ഇനി എന്തായാലും മിഡ് വീക്ക് നമുക്ക് തലയടിച്ച് പൊട്ടിക്കാനായിട്ടുള്ള ഒരു അവസരം ചെൽസി ഒരുക്കി തരികയാണ്. വ്യാഴാഴ്ച വെളുപ്പിന് 1:30 കളി. Alright. ഏത് ചാനലിലാ ഷാജിയുടെ കളിയുള്ളത്? അത് സോണി 10 HD2 ആണ് നമ്മളുടെ. HD2 അല്ലേ? ഓക്കേ. നമുക്ക് വേണ്ടി അതിനു മുന്നേ ഒരു കാര്യം ചെയ്യാം, പ്രീ ചെയ്യാം. വെളുപ്പിന് 4 മണിക്ക് അല്ല, അതോ ബൊറൂസിയയുടെ അല്ല, ഇന്നത്തെ കളി ഇതിലേ ഉള്ളൂ, മറ്റേ വെബിലേ ഉള്ളൂ. ആ ഫാൻ കോഡിലൊക്കെ ഉണ്ട്. ഓക്കെ ശരി. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. താങ്ക്സ് ഗൈസ്. താങ്ക്സ് ഫോർ ജോയിനിങ്. ബൈ.